Everybody. Hallelujah. Praise the Lord. Hallelujah. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 24-ാം വാക്യം വെച്ചു. മാർക്ക് 9:24. മർക്കോസ് 9:24. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബാലന്റെ അപ്പൻ നിലവിളിച്ച് ദൈവത്തോട് പറയുന്ന കാര്യമാണ്. അപ്പൻ പറയാണ്, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരിലുള്ള പ്രശ്നമാണിത്. നമ്മളെല്ലാം വിശ്വാസമുണ്ട്, അതേസമയം അവിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവ് ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്, പക്ഷേ കർത്താവിനോട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് എപ്പ ചെയ്യും, എങ്ങനെ ചെയ്യും, എതിലേക്കൂടെ വരും, എങ്ങനെ ഞാൻ വിശ്വസിക്കും? സഖര്യാവ് ചോദിച്ചങ്ങനെയല്ല, ഇതെന്തോന്നിനാ ഞാൻ അറിയും, എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഹല്ലേലൂയ. ഇങ്ങനെ സ്വഭാവം. പക്ഷെ ഇവിടത്തെ ആ ബാലന്റെ അപ്പൻ ഉള്ളത് തുറന്നു പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കും, പക്ഷെ എന്നാലും എന്റെ അവിശ്വാസത്തിന് നീ സഹായിക്കണമേ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മൾ ദൈവത്തോട് പറയുന്നില്ല. നമ്മുടെയൊക്കെ പറച്ചില് നമ്മൾ ഭയങ്കര വിശ്വാസികളാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ പേര് തന്നെ വിശ്വാസികളൊന്നുമില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകാം. നമ്മുടെ വിശ്വാസം ഭയങ്കര വീക്കാ പലപ്പോഴും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും വീക്കാണ്. പക്ഷെ അത് നമ്മൾ തുറന്ന് സമ്മതിക്കത്തില്ല. സാറാം സിസ്റ്റർക്ക് അവിശ്വാസം ഇല്ലേന്ന് ചോദിച്ചാൽ, പിന്നെ എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, ഞാൻ ദൈവത്തിൽ ഭയങ്കര വിശ്വാസം. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ വചനമാണെങ്കിൽ എല്ലാം കേൾക്കാൻ വിശ്വസിക്കും. പക്ഷെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അവസ്ഥയിലൊക്കെ മാറ്റം വരാതെ നമുക്ക് തന്നെ കർത്താവ് ചെയ്യത്തില്ല, ചെയ്യുമായിരിക്കും, ഇതൊക്കെയായിരിക്കും നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. അപ്പൊ പ്രവർത്തിക്കല്ല, അടിയുറച്ച് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമ്മളിലെ വിശ്വാസം അവിശ്വാസം കർത്താവ് ആമേ ഹല്ലേലൂയ. ഒരു ഉദരത്തിൽ തന്നെ ഇരട്ടപ്പിള്ളാരുള്ള കണക്ക് ആമേ അവിടെ പണ്ട് നമ്മള് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുള്ള ഉയരത്തിൽ കിടന്ന് തന്നെ ഗുസ്തി പിടിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയ വെള്ളം ഉണ്ടാക്കുന്ന മനസ്സിലായപ്പം അവള് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ രണ്ട് കൊച്ചുങ്ങൾ ഒരേ ഗർഭപാത്രത്തിൽ കടന്ന് ഹരയില് ബഹളം ഉണ്ടാക്കുന്ന കണക്കാണ് ഈ വിശ്വാസവും അവിശ്വാസവും കൂടെ എപ്പോഴും പോരാ. ഹല്ലേലൂയ. വിശ്വാസം ഒരു സൈഡ്, അവിശ്വാസം, രണ്ടുപേരും കൂടി ഇങ്ങനെ കടന്ന് കുസ്തി പിടിക്കും. അപ്പൊ നമ്മളുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും ഇത് കാണാം. പക്ഷെ ഇവിടെ എല്ലാം ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ആ അവിശ്വാസം ബലം പ്രാപിക്കുന്ന സമയത്താണ് നമ്മൾ ഇരുന്ന് പിറുപിറുക്കാറുണ്ട്. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, അല്ല ദൈവത്തെ ചോദ്യം ചെയ്തൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നെങ്കിൽ അബ്രഹാം വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ പറ്റും. അബ്രഹാമിനോട് ആ മകനെയും കൊണ്ട് യാഗം കഴിക്കാനായിട്ട് പോകുമ്പം അബ്രഹാം ഇടയ്ക്കൊന്ന് അവിശ്വസിച്ച് ദൈവമേ, അവിടെ ചെല്ലുമ്പോൾ കർത്താവ് എനിക്ക് ആട്ടുംകൂട്ട തന്നില്ല, എന്തോ ചെയ്യും, ഞാൻ കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്റെ മകനല്ലേ, ഇങ്ങനെയൊന്നും അബ്രഹാമിന്റെ ഉള്ളിൽ തോന്നിയിരുന്നില്ല. അബ്രഹാം അതുകൊണ്ട് ധൈര്യമായിട്ട് പോയത് കത്തി എടുത്ത് ആമേ ബാലന്റെ കഴുത്തിലെ വെക്കാൻ ഭാഗത്ത് ഓങ്ങിയത് അതുകൊണ്ടാണ്. കാരണം അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പാണ്, എന്നോട് ആമേ വാഗ്ദത്തം ചെയ്ത ദൈവം എന്താ പറഞ്ഞ, ദൈവം പറഞ്ഞ നിനക്ക് അനേക സന്തതി, ഇതൊരു വാഗ്ദത്ത സന്തതി, ഇവരിൽ നിന്ന് അനേക ആമേ സന്തതികൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. കർത്താവിന് അബ്രഹാമിനറിയായിരുന്നു, ഇനിയിപ്പം ഇവന്റെ കഴുത്തെ ഞാൻ കത്തി വെച്ച് ആമേ ഇവനെ ഞാൻ യാഗം കഴിച്ച് ചാരമാക്കി കളഞ്ഞാലും ദൈവം ചാരത്തിൽ മക്കളെ എഴുന്നേൽപ്പിച്ചേക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെയൊക്കെ വിശ്വാസം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ ഈ പ്രഭാതത്തിൽ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും നമ്മൾ ഹല്ലേലൂയ നമ്മളതിന് കാരണം വെച്ചാൽ നമ്മുടെ ഫ്ലഷ് എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ഫ്ലഷ് പലപ്പോഴും വീക്കാണ്. ഈ ജഡം നമ്മളെ കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവ് സ്ട്രോങ് ആയിരിക്കുമ്പോൾ ജഡം വീക്കാണെങ്കിൽ ഈ ജഡമാണ് നമ്മളെ കൊണ്ട് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. സാഹചര്യങ്ങൾ കാണിച്ചു തരും. നാളെ ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ മുമ്പിൽ ഇതല്ലേ, നിനക്ക് വേറെ വഴിയുണ്ടോ, പിന്നെ നീ എന്താ ഇത്ര ഇങ്ങനെ ഇരിക്കുന്നെ, നീ എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് നാളെ ഇത് സംഭവിച്ചാൽ നീ എന്തോ ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ജഡം പലപ്പോഴും. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ആത്മാവ് പറയാണ് അനങ്ങാതിരിക്കാൻ പറഞ്ഞാല് അനങ്ങാതിരിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജഡമാണ് ഫ്ലഷ് വീക്കാണ് അല്ലെങ്കിൽ ഫ്ലഷ്
ഹാലയിലെ ആ ഫ്ലഷിന്റെ ഹാലയിലെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ബുദ്ധി നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പലപ്പോഴും നമ്മുടെ വായന അവിശ്വാസത്തിന്റെ വാക്കുകൾ. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് ഹാലയിലെ ആമി വീക്കാണ് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ വരപ്പെട്ടത്. യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോവാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-19 ഒന്ന് വായിക്കാവോ? 1-13-19 യോബ് 1:19 13-19 വരെ. ഓക്കെ. ഒരു ദിവസം യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീ ആകാശത്തുനിന്ന് വീണു കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹാലയുടെ യോബിന്റെ ജീവിതത്തിൽ ഒരു ദിവസമാണ്. ഹാലയിലെ ഒരു ദിവസം യോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? അപ്പൊ 13-19 വാക്യം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ യോബിനുള്ള സകലതും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമാകുന്നതിനെ കുറിച്ച് വന്ന് പറയുന്ന ഹാലേലിയ. എന്ന് വെച്ചാ ആടുമാടുകൾ, കന്നുകാലികൾ, എന്താ പറയാ, വീട്, മക്കള് എല്ലാം സകലതും ഒരു ദിവസം കൊണ്ട് തന്നെ നശിച്ചു പോകുന്നു. അതൊക്കെ എല്ലാവരും കൂടി വന്ന് ഓരോരുത്തരെ വന്ന് പറയാം. കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ദൂതുകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം തകർന്നു പോയതിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കും. പക്ഷെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ അതെല്ലാം കഴിപ്പം യോബിന്റെ പ്രതികരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഇപ്പൊ യോബ് 20-ാം വാക്യം പറഞ്ഞത്, അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പൊ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി. പിശാച് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ കൊണ്ടുവരും. നമ്മളുടെ ജീവിതത്തിൽ ആ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് പൈശാചി ഉണ്ട്. അവർ നോക്കി വസ്ത്രം കീറി, കൊള്ളാം, കുഴപ്പമില്ല, വസ്ത്രം കീറി. അടുത്ത തല ചിരച്ചപ്പോ അത് രണ്ടും ദുഃഖത്തിന്റെ സൂചകമായി ചെയ്യുന്ന മുട്ടയൊക്കെ അടിച്ച് പക്ഷെ അടുത്ത ചെയ്ത പ്രവൃത്തിയാണ് യോബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവത്തെ വഴക്ക് പറയുന്നോ അല്ലെങ്കിൽ ദൈവത്തോട് തല്ലി പിടിക്കുക, ദൈവത്തോട് വിളിക്കുന്നൊക്കെ വിചാരിച്ചെന്ന് പിശാചിന് തെറ്റിപ്പോകുന്ന രീതി പിശാചിന്റെ ലജ്ജിപ്പിച്ചുകൊണ്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. നമ്മൾ ആണ് ഈ ഒരവസ്ഥയിൽ പോയത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തില ഇങ്ങനെ ഉള്ളതെല്ലാം നോക്കി കണ്ണടച്ച് തുറക്കുമ്പോൾ സകലം നഷ്ടപ്പെട്ടു. എല്ലാം പോയെന്നൊരവസ്ഥ നിൽക്കണം. നമ്മുടെ കർത്താവേ, ഇതിനായിട്ടാണ് എന്നെ വിളിച്ചിറക്കിയത്. ഇതിനായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇതിനായിട്ടാണ് ഇതൊന്നും ചോദിക്കില്ല. പക്ഷെ യോബ് അവിടെ ചെയ്ത ദൈവത്തെ അപ്പോഴും സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ട് പറയുന്ന വാക്കാണ്, അമ്മയുടെ നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങി. ഇപ്പൊ യഹോവ തന്നു, യഹോവ എടുത്ത്, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. ഹാലേലിയ. നഗ്നനായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന് നഗ്നനായി തന്നെ മടങ്ങി പോകത്തുള്ളൂ. ഹാലേലിയ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹാലേലിയ. നമ്മൾ വന്നതുപോലെ തന്നെ ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല തിരിച്ചു പോകുമ്പോൾ. ഹാലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തിന് അവിടെയൊക്കെ എന്താ യോബ് പാപം ചെയ്ത് ദൈവത്തിന് ഇപ്പോൾ ഭോഷത്വം ആരോപിക്കുകയും ചെയ്തില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഒരു ഭോഷത്വം വായിൽ നിന്നും വന്നില്ല യോബിന്റെ വായിൽ. നമ്മളുടെ എപ്പോഴും വിശ്വാസം അവിശ്വാസം കൊണ്ട് ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ വായിന്ന് അറിയാതെ ഭോഷത്വം എപ്പോഴും വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച എപ്പോഴും ദൈവത്തോട് കുറെ പരാതിയൊക്കെ പറഞ്ഞു. ദൈവമായിട്ട് കുറെ തല്ലൊക്കെ പിടിച്ചിരുന്നിട്ട് അത് കഴിഞ്ഞ് പക്ഷേ
ആമേ ഹാലെ പിന്നീട് പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഹാലേലിയ ആമേ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഫെയ്ത്ത് ഹാലെ നിൽക്കണമെങ്കിൽ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. അപ്പം യോബിന്റെ ജീവിതത്തിൽ യോബ് ഇത് പറയുന്നുണ്ട് അപ്പൊ യഹോവ തന്ന് യഹോവ എടുത്തു, യഹോവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ പലരും പറയണ്ട ദൈവം ഒന്നും തിരിച്ചെടുക്കത്തില്ല, ദൈവം തരുന്നൊന്നും എടുക്കത്തില്ല, ദൈവം നമ്മളെ അങ്ങനെ ഹാലയില്ല കഷ്ടതയെ കൂടെ വിടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ്, ഇവിടെ എടുക്കുന്ന പിശാചാണ്. പക്ഷെ ദൈവം അനുവദിച്ചു കൊടുത്തിട്ട് അത് ചെയ്യും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്തിട്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ എപ്പോഴത്തേന് അനുമോളുണ്ട്, അമ്മയൊന്ന് കൽപ്പിക്കമ്മയെന്ന്. അപ്പൊ ഞാൻ ചിരിച്ച്, എന്താണെന്ന് വെച്ചാൽ അമ്മ കൽപ്പിക്കമ്മയെന്ന്. അപ്പൊ ഞാൻ വീണ്ടും ചിരിച്ചിട്ട് ഞാൻ പറയാം കൽപ്പിച്ചാൽ മാറിപ്പോവും പിശാച് എന്തെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പിശാച് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ട് ശരി, ഞാൻ കൽപ്പിച്ചത് റിലീസാന്ന് എനിക്കറിയാം. പക്ഷേ ദൈവമാണ് ചിലത് തടഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ ഞാനിവിടെ കൽപ്പിക്കല്ല, ഇവിടെ തലകുത്തി പറഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. അല്ലെ, ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ചില സമയങ്ങളുണ്ട് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ ആണെങ്കിൽ കയറാനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ പലതും ബ്ലോക്ക് ചെയ്യണം, ചിലതൊക്കെ ചെയ്യാനായിട്ട് അവന് അനുവദിച്ചു കൊടുത്ത ചില ടൈമുണ്ട്. ആ ടൈമിന് മുമ്പ് എന്തായാലും ദൈവം ഹാലേലിയ പറയത്തില്ല നീ ഇറങ്ങിപ്പോകാൻ പറയുന്നത്. അവൻ ദൈവം അനുവദിച്ചു കൊടുത്ത ടൈം ആണെങ്കിൽ ആ ടൈം ഹാലേലിയ നമ്മൾ അതിലൂടെ പോകണമെന്ന് തന്നെയാണ്. ഹാലെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിലേക്ക് തന്നെ 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നടക്കും സിസ്റ്റർ. യോബ് 13-ാം അധ്യായം 15-ാം വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ആമേൻ. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. യോബ് പറയുന്നത് ഇത്രയും വലിയ അവസ്ഥയിൽ കൂടെ പോയി സ്വന്തം ശരീരം പോലും വഴുത്ത് അഴിഞ്ഞ് വ്രണമായി മാറും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന രീതിയിലൊക്കെ അത്രത്തോളം കഷ്ടതയിൽ കൂടെ പോകുമ്പോൾ യോബ് പറയാ എന്തൊക്കെ പറഞ്ഞ കൊന്നാലും ഞാൻ ദൈവത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കത്തുള്ളൂ. അവന്റെ മുമ്പാകെ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. കാരണം യോബിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, യോബ് ഈ കടന്നു പോകുന്ന വിഷയങ്ങളെല്ലാം യോബ് പാപം ചെയ്തിട്ടല്ല എന്ന്. അതുകൊണ്ടാണ് അത്രത്തോളം ഉറപ്പ് യോബിനുണ്ട്. യോബിന്റെ ജീവിതത്തിൽ അത്രത്തോളം ഉറപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാത്ത കാര്യം അതാ. നമ്മളിടയ്ക്ക് കർത്താവേ അയ്യോ എന്താ എന്റെ അവസ്ഥ, ഞാൻ വല്ല പാപം ചെയ്തിട്ടാണോ, ഞാൻ എനിക്ക് വല്ല കുറവുണ്ടായിട്ടാണോ എന്നൊക്കെ ചോദ്യം. പക്ഷേ എല്ലാ കുറവുകളെയും പരിഹരിച്ച് നമ്മളെ കുറവില്ലാത്തവരാക്കി മാറ്റി നിർത്തിയ ദൈവത്തിന് മാറ്റാൻ ദൈവം സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ രക്ഷിച്ച് ദൈവത്തിന് ഹാലേലിയ. അതുപോലെ നമ്മൾ എന്ത് കുറവുണ്ടെങ്കിലും ആ സകല കുറവുകളോടും കൂടെയാണ് ദൈവം നമ്മളെ വിളിച്ചത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നീ എന്റെ കുറവെല്ലാം നിർത്തിയിട്ട് വാ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കാന്നല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. എപ്പോഴും പറയാം നമ്മളെ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ദൈവം എപ്പോഴും ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നാ പറഞ്ഞേക്കുന്നത്. യാക്കോബ് എന്ന വ്യക്തി ഒരു പരാജയമായിരുന്നു. അല്ലെ, ഇസ്രായേൽ ആയപ്പോഴാണ് ദൈവത്തിന്റെ പ്രഭുവായി വരെ. അപ്പൊ അതുകൊണ്ട് ദൈവം അവിടെ മാറ്റിയിട്ട് ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ഇസ്രായേലിന്റെ ദൈവം എന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഞാൻ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓരോരുത്തരെയും ദൈവം പറയുമ്പോൾ ഹാലേലിയ മിനി കുറച്ച് പെർഫെക്റ്റ് ആയി നല്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കറക്റ്റ് പെർഫെക്ഷനിലേക്ക് വന്നിട്ട് ഞാൻ മിനിയുടെ ദൈവം എന്ന് പറയുന്നില്ല, അല്ലെ മിനിയുടെ അപ്പന് പിതാവെന്ന് പറയാവുന്നല്ല. നമ്മളെ വിളിച്ച് ദൈവത്തെ പുത്രത്വത്തിലേക്ക് വന്നപ്പോ തന്നെ നമുക്ക് അബ്ബ പിതാവേ എന്ന് വിളിക്കും. പുത്രത്വത്തിന് അവകാശ ദൈവം തന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ കുറവുകളൊന്നുമല്ല ദൈവത്തെ നമ്മൾ തമ്മിൽ മാറ്റി നിർത്തല്ലേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ ദൈവം ആരാണെന്ന്, എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചതെന്നും നമ്മളെ എങ്ങനെയാ കരുതുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് വരുന്നു നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോ എന്താ 42-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി യോബിന് 42:2 വായിച്ച്. 42:2 നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ആമേൻ. ദൈവത്തെ കണ്ടു ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ യോബ് പറയുന്ന വാക്കാരിയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയും.
ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓരോരുത്തരും അറിയണം നമ്മുടെ ദൈവത്തെ. ഹല്ലേലൂയ. ദൈവത്തിന് സകലവും സാധ്യമെന്നും. എന്ത് സകലം സാധ്യമെന്ന ദൈവത്തിന് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അവ താഴെ വീഴുന്ന ദൈവം അറിഞ്ഞിട്ട് തന്നെ അറിയുന്നു ഒക്കെ ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഉള്ളതൊക്കെ നഷ്ടമാണെന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവത്തിന് തടയാൻ പറ്റില്ലേ? ചില ആൾക്കാർ പറയും അതൊക്കെ ദൈവമല്ല, പിശാച്. ശരിയാണ്, പിശാച് ചെയ്യുന്നു. പക്ഷേ ദൈവം അനുവദിക്കാതെ എന്റെ കയ്യിലുള്ളത് പോകാതിരിക്കാതെ ദൈവത്തിന് വേണേ തടയാൻ പറ്റത്തില്ല. പിശാചിനെക്കാട്ടി വലുത് എന്തായാലും ദൈവമല്ലേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോ നമ്മൾ അയ്യോ എല്ലാരും പറയും അയ്യോ പിശാച് വന്ന് അപകരിച്ചുകൊണ്ട് പോയി. ദൈവത്തിന് എന്താ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നോ? എത്രയോ പേരുടെ അനുഭവം നമ്മൾ കേട്ടേക്കുന്ന. ഹല്ലേലൂയ. നമ്മുടെ ഭിന്നസ്ത്രീവാസൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു ഇൻഷുറൻസ് ജോയിൻ ചെയ്യണം, എന്തോ ഒരു മ്യൂച്വൽ ഫണ്ട് ജോയിൻ ചെയ്യണം. അപ്പൊ ആ സുഹൃത്തല്ല, സാധാരണ ഞാൻ ഇതിലൊന്നും ചേരുന്നത്, പക്ഷെ സുഹൃത്തല്ലേ എങ്ങനെ അയാളോട് എക്സ്ക്യൂസ് പറയുമെന്ന് വിചാരിച്ചിട്ട് എന്നാ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അയാളുടെ ഫോമെല്ലാം ഇതൊക്കെ ചെയ്തിട്ട് നെറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് അവിടുത്തെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് എല്ലാം കൂടെ അടിച്ചങ്ങ് പോയി. ഹല്ലേലൂയ. അപ്പൊ പുള്ളിയോട് പറഞ്ഞ് അയ്യോ എന്നാ പുള്ളി കുറച്ചു നേരം നോക്കിട്ട് എന്നാ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞ വൈകുന്നേരം അപ്പൊ ദൈവം കൃത്യമായി സംസാരിച്ച് ഈ കാര്യത്തിൽ ചേർന്ന് വരും. പിറ്റേ ദിവസം സുഹൃത്ത് വിളിച്ചപ്പോഴേ പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, കാരണം ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ അവിടെ ദൈവം ചില കാര്യങ്ങൾ ദൈവം മനസ്സിൽ തോന്നി അല്ലെ നമ്മളോട് പറയുമ്പോൾ അനുസരിക്കാതെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ദൈവത്തിന് പറ്റും. നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു എന്നിരിക്കട്ടെ. നമ്മൾ അയ്യോ ദൈവമേ അത് ആ പിശാച് പ്രവർത്തിച്ചിട്ട് അങ്ങ് പോയി എന്ന് പറയുന്നത് ദൈവത്തിന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പറ്റും. പക്ഷെ ദൈവം ചിലത് അനുവദിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ടുന്നത് ദൈവഹിതമല്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. പക്ഷെ അത് പോകേണ്ടത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് അയ്യോ അതങ്ങ് പോയല്ലോ എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ദൈവം അറിയണം. അപ്പൊ ദൈവത്തിന് സകലവും സാധ്യമാണ്. അവന്റെ പ്രവൃത്തികൾക്ക് ഒന്നും അസാധ്യമല്ല. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചെയ്യാതിരിക്കാൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ എല്ലാം ദൈവത്തിന് പറ്റും. പക്ഷേ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നല്ലത് വരുമ്പോൾ മാത്രം ദൈവത്തിന്റെ, നമ്മുടെ ജീവിതത്തിൽ മോശം വരുമ്പോൾ എല്ലാം പിശാചിന്റെ, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം അറിയേണ്ടത് സംഭവിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീണെങ്കിൽ ദൈവം അറിഞ്ഞ് വീഴത്തുള്ളെങ്കിൽ നമ്മുടെ പേഴ്സിൽ നിന്ന് 10 രൂപ പോകണമെങ്കിൽ പോലും ദൈവം അറിഞ്ഞേ പോകത്തുള്ളൂ. അത് നിങ്ങൾ വിശ്വസിക്കണം. അല്ലാതെ ഒരിക്കലും പോകത്തില്ല. ദൈവത്തിന്റെ കണ്ണിനെ മറച്ചിട്ട് ആർക്കും നമ്മുടെ ജീവിതത്തെ കയറാൻ പറ്റത്തില്ല, കയറുകയുമില്ല. അതുകൊണ്ട് പല ആൾക്കാരും പഠിപ്പിക്കും ദൈവം ഒന്നും എടുക്കത്തില്ല, ദൈവം അങ്ങനെയാണ്, ദൈവം ഇങ്ങനെ. പക്ഷേ അപ്പൊ അതുപോലെ യോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് എപ്പോഴും പലരും പറയാണ്ട് ദൈവമേ നീ തന്നു, നീ എടുത്തു, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തന്നിട്ട് ഞാൻ അഹങ്കാരിയായപ്പോ കുറച്ച് തന്നിട്ട് ഞാൻ ദരിദ്രനായി പോകാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ദൈവം തരുന്നതെല്ലാം നമുക്ക് അങ്ങനെ ലിമിറ്റ് വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഞാൻ പറയും അതൊക്കെ ആരെന്ത് വെള്ളം പറയുമ്പോഴും നമ്മുടെ ദൈവം നമുക്ക് ദൈവം നമുക്ക് അധികം ധാരാളമായി നമ്മൾ അഹങ്കരിച്ചു പോയിട്ട് സ്വർഗ്ഗരാജ്യം നഷ്ടപ്പെടുന്നതിനെക്കാട്ട് തന്നെ യോബ് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തന്നെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി തന്ന് ഞാൻ അഹങ്കരിച്ചു ഇടയാക്കല്ലേ എന്നാണ്. അപ്പൊ നമ്മൾ അഹങ്കരിച്ചു പോകുന്നു തോന്നുന്നു, നമ്മളല്ല ദൈവത്വ വല്ല ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നു തോന്നുന്ന കാര്യം നമുക്ക് വേണ്ടാതെ തന്നെ പ്രാർത്ഥിക്കാനും നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകണം. കാരണം നമുക്ക് ഏറ്റവും വലുത് ദൈവമായിട്ടുള്ള ബന്ധമാണ്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ലൂക്കോസിന്റെ പുസ്തകം 22-ാം അധ്യായം 32-ാം വാക്യം ഒന്ന് വായിക്കാവോ? ലൂക്ക് 22:32. 22:32. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോ. 31. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും പത്രോസിനോട് ദൈവം പറയുന്ന കാര്യം, ശിമോനെ ശിമോനെ നിന്നെ കോതമ്പ് പോലെ പാറ്റുക സാത്താൻ ചോദിച്ചു. കോതമ്പ് പോലെ പാറ്റുക. ഈ പാറ്റുക എന്ന് വെച്ചാൽ ഒരു സമയം പാറ്റിയിട്ട് നിർത്തത്തില്ല കേട്ടോ. പണ്ട് പാറ്റിയിട്ടുള്ളവർക്കൊക്കെ അറിയാലോ, മുറത്തിലൊക്കെ ഇട്ട് അരിയും ഗോതമ്പൊക്കെ പാറ്റി, അതൊരു പ്രോസസ്സിങ് അല്ലേ. ഇങ്ങനെ പാറ്റിക്കൊണ്ടേ ഇരിക്കല്ലേ. എന്ന് വെച്ചാൽ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി വേർതിരിച്ച് നല്ലത് എടുക്കും വരെ എല്ലാ കീടങ്ങളൊക്കെ പോകും വരെ ഇപ്പൊ അതിനൊക്കെ അത് പാറ്റുക വെച്ചാൽ ഒരു ദിവസം കൊണ്ടല്ല, ഒരു സീരീസ് ആണ് അത്. അതാണ് നമ്മൾ യോബിന്റെ ജീവിതത്തിൽ കണ്ടത്.
ദൈവം പിശാചിന്റെ കയ്യിലേക്ക് പാറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഹല്ലേലൂയ എടുത്തിട്ട് നിർത്തുമെന്ന് വിചാരിക്കും. അത് ഒരു സീരീസ് ആണ്. അതിങ്ങനെ തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനും കുറച്ച് സമയം എടുക്കും. യോബിന്റെ കാലഘട്ടം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ നമുക്ക് പെട്ടെന്ന് വായിച്ച് അന്ന് കുറച്ച് അധ്യായങ്ങൾ കഴിയുമ്പോഴത്തേനും, പക്ഷേ യോബ് ജീവിതത്തിൽ എത്ര ദിവസം എത്ര വർഷം അതിലൂടെ കടന്നുപോയി നമ്മൾ അറിയണം. ഞാനിവിടെ പറയുന്ന പാട്ട് തുടങ്ങിയിട്ട് 5 വർഷമായി. ഇതുവരെ പാട്ടിൽ നിർത്തിയിട്ടില്ലെന്ന് പറയും എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മൾ എന്ത് വിചാരിക്കും ഇന്ന് തീരുന്നതായിരിക്കും. അപ്പൊ ഇതൊരു സീരിയസ് ആണ്. ഓരോന്നോരോന്നോരോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഇപ്പൊ കഴിയും. പക്ഷേ ആ നഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ അതെല്ലാം എടുത്തു മാറ്റും. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം എടുത്തു മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ അതെല്ലാം എടുത്തു മാറ്റുമ്പോഴും നമ്മൾ എങ്ങനെ ആണ് എന്നുള്ളതാണ് ഹല്ലേലൂയ. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, ദൈവം അങ്ങനെ പാറ്റാനായിട്ട് ആരെങ്കിലും വിട്ടുകൊടുക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കണം, ദൈവത്തിന് ഭയങ്കര ഉറപ്പുള്ളവരെ വിട്ടുകൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വിട്ടുകൊടുക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു കാര്യം പോകുമ്പോഴത്തേന് കുഴപ്പമില്ല കേട്ടോ, ഇച്ചിരി രോഗം വന്നു, അസുഖമല്ലേ, കുഴപ്പമില്ല, മരുന്ന് കാശുണ്ടല്ലോ ഒക്കെ എല്ലാം അക്കൗണ്ടിലുള്ള കാശെല്ലാം അങ്ങ് തീർന്നു, അത് പോയി, കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും പോകാൻ വണ്ടിയും പോയി, അതിപ്പോ എന്നാ ജോലിയുണ്ട്, ജോലിയും പോയി, ബിസിനസ്സും പോയി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇങ്ങനെ നമ്മളെ പറയാ കൊമ്പുകളൊക്കെ മുറിച്ച് അവസാനം ഒരൊറ്റ തടിയാക്കി നിർത്തുന്ന പോലെ ഒറ്റപ്പെടലിൽ ഹാലയിൽ കൊണ്ട് നിർത്തുമ്പോ ആ തടി അടിച്ച് നിൽക്കുമ്പോ ഒറ്റ തടിയായിട്ട് മുട്ടയടിച്ച പോലെ മരത്തിന് വെട്ടി നിർത്തുമ്പോ മരം ഇടുന്നുണ്ട്, അങ്ങോട്ടൊന്ന് വർത്താനം പറയാൻ തിരിച്ചങ്ങോട്ട് നോക്കാനോ ഒന്നും ഒരു ശിഖരങ്ങൾ പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരെല പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു കായില്ല, ഒന്നുമില്ല, എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഒരൊറ്റ തടിയാക്കി നിർത്തുന്ന നല്ല വളർന്നു നിൽക്കുന്ന ഒരു മരത്തിന് 4 ശിഖരങ്ങളും ഇലയും പൂവും കായും ഒക്കെ ആയിട്ട് എല്ലാം വെട്ടി മൊട്ടയടിച്ച് അവരെ നിർത്തിയേക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറ്, നമ്മൾ പലപ്പോഴും മരങ്ങളൊക്കെ കോതുന്ന സമയത്ത് അങ്ങനെ കോതി അവസരം മണ്ടയ്ക്ക് മാത്രം ഇച്ചിരി നിർത്തിയിട്ട് ബാക്കി എല്ലാ സൈഡും കോതിക്കളയും. അപ്പൊ നമ്മുടെ വിചാരം, കുഞ്ഞുനാളൊക്കെ വിചാരിച്ച ദൈവമേ ഇങ്ങനെയൊക്കെ കോതി കളഞ്ഞ് മരം ഉണങ്ങിപ്പോകും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അറിയാം ആ മരം വീണ്ടും പൊട്ടി കിളിർത്ത് വലിയ അതിനകത്ത് നിറയെ കായ്കൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേനും മാവൊക്കെ കോതി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കായ്ക്കുന്നതൊക്കെയാണ് അവർ. പക്ഷേ ഇവിടെ നമ്മളും പക്ഷേ അതുപോലെ അനേകം വളരെ കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെത്തുനാല് വെട്ടി കോതിയൊക്കെ വെടുപ്പാക്കുന്ന പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കും ദൈവത്തോട്, കർത്താവെ എന്നാലും ഇത് വലിയ പണിയായിപ്പോല്ലോ, ഇത് വല്ല ചതിയായിപ്പോല്ലോ, ഇത് വലിയ കഷ്ടം. പക്ഷേ ഇവിടെ ശീമോനോട് പറയുന്ന കാര്യം, നിന്റെ വിശ്വാസം പൊയ്പോ നിനക്ക് വേണ്ടി അപേക്ഷിച്ച്, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാർ ഉറപ്പിച്ചു കൊള്ളുക. അപ്പൊ ശീമോനെ പാറ്റേണ്ടത് പിശാച് ചോദിച്ചു, കൽപ്പം ഞാനും നിന്റെ വിശ്വാസം നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്? നിന്നെ പാറ്റരുതേ നല്ല അപേക്ഷിച്ചത്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചത് പറഞ്ഞേക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും പിശാച് ശീമോൻ പത്രോസിന് പാറ്റാൻ വേണ്ടി ചോദിച്ചു, ദൈവം വിട്ടുകൊടുത്തില്ല അല്ലെങ്കിൽ പാറ്റാൻ അനുവദിച്ചില്ലെന്നാണ്. പക്ഷെ ഇവിടെ കർത്താവ് തീർച്ചയായിട്ടും കൃത്യമായി പറയുന്ന കാര്യം, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ പാറ്റിൽ നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം നമ്മുടെ വിശ്വാസം പോകും. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം പോയിരിക്കേണ്ട അപേക്ഷ എന്തിനാ അപേക്ഷ? എന്നിട്ട് പറയുന്ന ഒരു തേട നീ തിരിഞ്ഞു വന്നാൽ ഞാനോ നിന്റെ വിശ്വാസം ഇപ്പൊ നിനക്ക് വേണ്ടി അപേക്ഷ, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം, പക്ഷെ നിന്റെ നീ ഒരു പിന്മാറ്റത്തിൽ പോകും ഈ പാറ്റിൽ നടന്നു കഴിയുമ്പോഴത്തേന്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് നീ മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. അല്ലേ? അപ്പൊ അവിടെ നടന്ന പ്രോസസ് നമ്മുടെയൊക്കെ വിചാരം കർത്താവ് പറഞ്ഞുകൊണ്ട് പിശാച് ശീമോനെ പാറ്റിയില്ല എന്നാ വിചാരിച്ചേക്കുന്നത്. അല്ല, ശീമോനെ നന്നായിട്ട് പാറ്റി. ശീമോൻ അതുകൊണ്ട് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത് മാത്രമല്ല, കൂടെ സഹോദരന്മാരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് അവരെയും കൊണ്ട് വള്ളവും വലയും എടുത്തുകൊണ്ട് അവരെയും കൊണ്ട് മീൻപിടുത്തത്തിൽ പഴയ പണിക്ക് തന്നെ ഉപേക്ഷിച്ച് പോകുന്നത്. നീ ഇത് ഉപേക്ഷിച്ചോ, നീ മത്സ്യത്തെ പിടിക്കുന്നവരാ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്ന് പറഞ്ഞപ്പോ വള്ളവും പടകും ഒക്കെ ഉപേക്ഷിച്ചാണ് കർത്താവിന്റെ പിന്നാലെ വന്നത്. പക്ഷേ കർത്താവ് പോയി കഴിഞ്ഞപ്പോ, വിശ്വാസം പോയി കഴിഞ്ഞപ്പോ പാറ്റ് നടക്കുന്നത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, തന്നെത്താനെ പോയത് കൂടാതെ കൂടെ ഉണ്ടാകുന്ന എല്ലാരെയും കൂടെ വിളിച്ചുകൊണ്ട് വീണ്ടും ആ ഉപേക്ഷിച്ചതിനെ എടുത്തുകൊണ്ട് വീണ്ടും മീൻപിടുത്തത്തിനായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പിശാചിന്റെ പാട്ടിൽ ഇങ്ങനെ. എവിടം വരെ പിശാച് പാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ചെന്ന് ഹല്ലേലൂയ കടക്കരയിൽ ചെന്ന് കനലിൽ ചുട്ട അപ്പവും മീനും കൊടുക്കുന്ന വരെ ആ പാട്ടിൽ തന്നെ കിടക്കുകയാണ് പത്രോസ്.
പിടിച്ച അതിലെ കാണുന്ന ഒരു കാര്യം വെച്ചാൽ പത്രോസ് പിന്മാറ്റത്തിൽ പോയി പടകും വല എടുത്തുകൊണ്ട് ബന്ധനത്തിന് പോയി. തിരിച്ചു വന്നത് ശൂന്യമായ പടകോടുകൂടി ഒന്നും കിട്ടിയതുമില്ല. പിശാച് അവിടെ പോലൊരു നന്മ പത്രോസിന് കിട്ടാൻ വേണ്ടി അന്നേരവും പിശാച് ആഗ്രഹിച്ചിരുന്ന പത്രോസ് അവിടെ കിടന്ന് ദൈവത്തെ പ്രാകണം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ടാ ഒന്നും കിട്ടാതെ നഗ്നനായി, ഹല്ലേലൂയ, ആമേൻ, ഒരു മത്സ്യമില്ലാതെ ഒന്നും ലഭിക്കാതെ നഗ്നനായി തന്നെ പടകിൽ നിൽക്കുന്ന അവസ്ഥയിൽ യേശു കർത്താവ് വീണ്ടും കാണും. അവിടെ കർത്താവ് ഹല്ലേലൂയ എന്ത് ചെയ്യുന്ന ആ പിന്മാറ്റത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്ന നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് മടക്കി കൊണ്ടുവന്ന ശേഷവും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ശേഷമാണ് മറ്റു ശിഷ്യന്മാർ ഉറപ്പിക്കുന്നത്. മടങ്ങി വന്ന ശേഷം, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും. ഒരു സമയം നീ ഈ പാറ്റിൽ തന്നെ പോകും. ആ ഒരു സമയം കഴിഞ്ഞ് നീ തിരിഞ്ഞു വന്ന ശേഷം നിനക്ക് സഹോദരന്മാരെ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം അവിടെ നാമെ പാറ്റിൽ വന്നപ്പോ എന്താ സംഭവിച്ച, ഒന്നാമത്തെ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ആദ്യത്തെ അപ്പോസ്തലനായ പത്രോസ് പോലും പിന്മാറ്റത്തിൽ പോയി കേട്ടോ ഈ പാറ്റലില്. അപ്പൊ ആരെങ്കിലും ഒക്കെ പിന്മാറ്റത്തിലോട്ടോ ഇച്ചിരി എന്താ പറയാ അവിശ്വാസത്തിലേക്ക് നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ പത്രോസ് പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് പോയതൊരു വ്യത്യാസമുണ്ട്. നമ്മളിത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം നമ്മൾ അവിശ്വാസിയായിട്ടും അല്ലെങ്കിൽ പിന്മാറ്റത്തിലൊക്കെ പോകുന്നെങ്കിൽ നമ്മൾ ആത്മാവ് നമ്മളെ പക്ഷെ ആത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യം, മറ്റാരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ ഉപദേശിക്കും. ഹല്ലേലൂയ, സകലം നമുക്ക് നടത്തുക. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ എപ്പോഴും വിശ്വാസത്തിന്റെ വിരമ്പാട് ഒക്കെ 11-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 2-ാം വാക്യം ഒന്ന് വായിക്കുന്നു സിസ്റ്റർ. എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അതെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനായ യേശുവിനെ നോക്കുക. അപ്പൊ നമ്മൾ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിൽ പിന്മാറി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ മറ്റാരെയും നോക്കാൻ നിൽക്കണ്ട. അവിടെ ഒരേ ഒരാളെ നോക്കണം. ആ ആളെ കുറിച്ച് പറഞ്ഞേക്കുന്നത് വിശ്വാസത്തിന്റെ നായകനാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിന്റെ നായകൻ നമുക്ക് നോക്കാൻ പറ്റുക, അല്ലെ അനുകരിക്കാൻ പറ്റിയ, ഫോളോ ചെയ്യാൻ പറ്റിയ, നമ്മളെ ലീഡ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരാളേ ഉള്ളു. അത് യേശു കർത്താവാണ്. യേശു കർത്താവിനെ കുറിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും, പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവനെന്നല്ല, ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ഇടറിപ്പോയിട്ട് തിരിച്ചു വന്നവനെന്നല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന് വീണിട്ട് എഴുന്നേറ്റ് എന്നല്ല. ഹല്ലേലൂയ, ആമേൻ. തുടക്കം തുടങ്ങി അവസാനം വരെ ആ വിശ്വാസത്തിന്റെ നായകൻ അത് അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പൂർത്തീകരിച്ചവനാണ്. ഇടയ്ക്ക് ഒരിക്കൽ പോലും അവിശ്വാസം പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും അവിശ്വാസത്തിലേക്ക് പോയിട്ടില്ല, ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആളാണ് യേശു കർത്താവ്. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയാം. അബ്രഹാം പറഞ്ഞ് ആമേ മക്കളുണ്ടാകുന്ന ദൈവം പറഞ്ഞ് വിളിച്ച് നിനക്ക് സന്ദേശം തരുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇയാളുടെ മോനായി ബാല്യക്കാരന്റെ മോനായിരിക്കും എനിക്ക് ഇനിയിപ്പോ സന്ദേശം ഉണ്ടാകുന്നത്. ഇനിയിപ്പോ അതായാലും മതി, കുഴപ്പമില്ല. ഇനിയിപ്പം ഇസ്മായിലിനെ വെച്ച് പറഞ്ഞ് ഇത് മതി, ഇവൻ മതി, കുഴപ്പമില്ല, ഇനിയിപ്പോ എനിക്ക് അല്ലാതെ നേരത്തെ പറഞ്ഞ വാക്ക് സന്ദേശിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് അബ്രഹാം വരെ. പക്ഷെ യേശു കർത്താവ് അങ്ങനെ ഒരിക്കൽ പോലും ഒരു അവിശ്വാസത്തിന്റെ വാക്ക് പറയുകയോ വിശ്വാസം ക്ഷീണിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നതിനാണെന്ന്. അപ്പൊ നമുക്ക് നോക്കാനായിട്ട്, നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ദൈവം തന്നിരിക്കുന്നത് വിശ്വാസം പൂർത്തി യേശുവിനെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ ഇങ്ങനെ അവസ്ഥയെ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് എപ്പോഴും ഹല്ലേലൂയനോട് ഞാൻ പറയും, നമ്മൾ എപ്പോഴും ഇച്ചിരി ഒന്ന് ക്ഷീണിച്ചു പോകുന്ന കണ്ട ഉടനെ കർത്താവ് നമ്മളോട് പറയും, ആ കാൽവരി ക്രൂശൊന്ന് നോക്കിയേ കർത്താവേ, ഈ ഭാരം എനിക്ക് താങ്ങാൻ വയ്യായേ, ഈ സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് ആ കാൽവരി ക്രൂശിലോട്ടൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അപ്പൊ എന്നെ ഒന്ന് നോക്കിക്കേ, എന്റെ കൂടെ ആരുണ്ടായിരുന്നു അന്നേരം? നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മളുടെ ആരുമില്ല, നമ്മുടെ ഈ അവസ്ഥ അല്ലെ സങ്കടം പറയാൻ പോലും ആരില്ല എന്നൊക്കെ കർത്താവ് പറയും. എന്റെ കൂടെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നു? എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? ഇതൊക്കെ ദൈവം നമ്മളോട് ചോദിക്കും. അല്ലെ എപ്പോഴും നമ്മളെ
ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ദൈവത്തോട് സങ്കടം ബോധിപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമുക്ക് കാണിച്ചു ഒരേ ഒരു കാര്യം കാണിച്ചു. എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് എനിക്ക് കാണിച്ച കൽവരി ക്രൂശ്, കർത്താവിന്റെ ക്രൂശീകരണം, കർത്താവിന്റെ പീഡാസ, ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇത് മാത്രം നീ ധ്യാനിച്ചാൽ മതി, നിന്റെ സങ്കടം എല്ലാം പോയിക്കോളും. സത്യ അവൻ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചു കഴിയുമ്പം നമ്മുടെ വേദനയൊക്കെ, രോഗത്തിലാണെങ്കിലും ഭാരത്തിലാണെങ്കിലും മറ്റ് എന്ത് ഒറ്റപ്പെടലിലാണെങ്കിലും നിന്ദയാണെങ്കിലും പരിഹാസമാണെങ്കിലും അല്ല മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നിന്ദിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഗോസിപ്പ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ നമുക്ക് സങ്കടം വരുമ്പോഴെല്ലാം നമ്മളെ കർത്താവ് കാണിച്ചു തന്ന കാര്യമാണ് കൽവരി ക്രൂശ്, കർത്താവ് നമ്മളോട് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കർത്താവിനെ കുറിച്ച് എല്ലാവരും വന്ന് എന്തോരം നുണ പറയുന്നുണ്ട് അവിടെ. അവിടെ കൊണ്ടു നിർത്താം. അപ്പൊ അവര് പറഞ്ഞതെല്ലാം കർത്താവ് ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നുണ പറയുമ്പോൾ നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ബാക്കി എല്ലാം സഹിക്കാൻ പറ്റും, ഗോസിപ്പ് കേട്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് സങ്കടം. പക്ഷേ അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലേ? ഹല്ലേലൂയ. അതുപോലെ കർത്താവ് യോഹന്നാൻ സുവിശേഷം ഒരു അധ്യായം നമ്മൾ ഒരിക്കൽ ധ്യാനിച്ചപ്പോ ഒരു അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കള്ളനാണ്, വേശ്യയുടെ മകനാണ്, പല തന്തമാരുണ്ട്, ഞങ്ങൾക്ക് പല തന്തമാരില്ല. ഇങ്ങനെയെല്ലാം പച്ചയ്ക്ക് കർത്താവിന് എന്തെല്ലാം അവർ പറയുന്നു. അവിടെ എല്ലാം കർത്താവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് അനുഭവിച്ച പോലെ നിന്ന, പരിഹാസം, പീഡ, വേദന, ഇതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ നമുക്ക് ഇതൊക്കെ വലിയ സംഭവം. എന്തുകൊണ്ടാണ് ഇത് പൊക്കി പിടിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊന്ന് വിജയന്തിൽ പാസ്റ്റർ പറഞ്ഞ വാക്കുണ്ട്, ഹല്ലേലൂയ. ചില ആൾക്കാർ നമ്മൾ നല്ല വചനമൊക്കെ കേൾക്കുമ്പോൾ പോലും, പരിശുദ്ധാഭിഷേകം ഇറങ്ങും പോലും, അപ്പൊ ചാടി എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ ചിലപ്പം അതൊന്നൊരു പ്രതികരിക്കാനോ മടി കാണിക്കുക. എന്താ വെച്ചാൽ അത് മടി കാണിക്കുന്നതിന്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, അവരവരുടെ ജഡത്തിനെ കൂടുതൽ മാന്യത കൊടുക്കാൻ ആഗ്രഹിക്കാണ്. അയ്യോ അപ്പുറത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും, ഇപ്പുറത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഈ ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? നമ്മുടെ ജഡം നമ്മളെ ഭരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് എന്താ, ഇപ്പൊ ഒരാളിന്റെ നമ്മളെ കളിയാക്കുക, എവിടെയാ നമുക്ക് ഫീൽ ചെയ്യുന്നത്? എവിടെയാ നമ്മളെ എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈഗോ, നമ്മുടെ ജഡം, അതാണ് എഫക്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാ വരുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ജഡത്തിന് അത്ര ഇമ്പോർട്ടൻസ്. ഇത് മരിച്ചതാണ്, പിന്നെ എന്തോന്ന് നോക്കാൻ മനുഷ്യാന്ന് ചോദിക്കണം, അല്ലേ? നമ്മൾ എന്താ പറയുന്ന, ഇത് മരിച്ചു, ഇത് കർത്താവിന് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്. ഈ മരിച്ചതിനെ പിന്നെ വല്ലതും പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് എന്തിലേക്കും അങ്ങനെ എന്താ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത്? നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വിളിച്ച് നമ്മളെ ഒരു വഴക്ക് പറഞ്ഞിരുന്നിട്ട് അയ്യോ അയാൾ എന്നെ അയാൾ എന്നെ പറഞ്ഞല്ലോ, ഇനി ഇത് ഓർത്തോണ്ട് 4 ദിവസം പട്ടിണി ഇരിക്കല്ല, ദൈവത്തോട് പരാതി പറയുന്നത് കാര്യമുണ്ടോ? കർത്താവ് എന്നോട് ചോദിക്കും, മോനെ നീ മരിച്ചതല്ലേടാ? അതെ, പിന്നെന്താ നിനക്ക് കുഴപ്പം? നമ്മളായി മരിച്ചെന്ന് പറയുന്നത്, മരിച്ചിട്ടില്ല. അത് നമ്മുടെയൊക്കെ വിഷയം. മരിക്കുക മനുഷ്യ, അത്രയും പറയുന്നുണ്ടെങ്കിൽ. മറ്റൊന്ന് നമ്മുടെ പാസ്റ്റർ ഇപ്പൊ ഡൈ മാൻ ഡൈ എന്ന് പറഞ്ഞെടുക്കാൻ ചെന്നിരുന്നിട്ട് സഭയിൽ അവരങ്ങനെ വന്ന് ഇവരിങ്ങനെ വന്ന് മറ്റേ പറഞ്ഞ് മറിച്ച് പറഞ്ഞ് പാസ്റ്ററോട് പരാതി എല്ലാം പറയും. പാസ്റ്റർ കുറെ നേരമായിട്ടൊന്നും മിണ്ടുന്നില്ല, കാപ്പിയെ കുടിച്ചിരുന്ന. അതേ പാസ്റ്റർ എന്തെങ്കിലും ഒന്ന് പറ, അവരെല്ലാം ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഞങ്ങൾ ആ സഭയിലേക്ക് എങ്ങനെ മറ്റുള്ളവർ മുഖത്ത് എങ്ങനെ നോക്കുന്ന പറഞ്ഞ് ഡൈ മാൻ ഡൈ എന്ന് പറഞ്ഞാണ്. കറ്റ മനസ്സിലല്ല, നീ മരിച്ചല്ലോ, നീ ഒന്ന് മരിക്കും. നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അത് ഈഗോയായിട്ട്, നാണക്കേടായിട്ട്, നമുക്ക് വിഷമമായിട്ട്, സങ്കടമായിട്ടൊക്കെ നമ്മളിലേക്ക് കയറി വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ മരിക്കാത്തോണ്ടാണെന്നേ. നമ്മളൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇതൊന്നും നമ്മുടെ മുമ്പിലേക്ക് ഒരു നിന്ദയായിട്ടോ പരിഹാസമായിട്ടോ ഒന്നും റോമാലേഖനം 10:17 വായിക്കാവോ? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ് ഇത്, എപ്പോഴും പറയുന്നത്. എന്നാൽ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും, കർത്താവിന്റെ വചനം കേട്ടാൽ നമ്മള് നമുക്ക് വിശ്വാസം വരും. വിശ്വാസം എപ്പോഴും മതി. പക്ഷേല് നമ്മളൊരു ബേസിക് വിശ്വാസമൊക്കെ ശരിയാ, വല്ലവരുടെയും പ്രസംഗങ്ങൾ കേട്ടാലോ യൂട്യൂബിൽ കൂടെ വചനം കേട്ടാലൊക്കെ വരും. പക്ഷേല് നമ്മൾ സ്ട്രോങ് ഫെയ്ത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ വെറുതെ വചനം ആരെങ്കിലും പറഞ്ഞ കേട്ടാൽ പോലെ ദൈവത്തിൽ നിന്ന് തന്നെ കേൾക്കണം, അല്ലെ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ കേൾക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പിന്മാറ്റത്തിൽ പോയ അഭിഷേകത്തിൽ നിന്ന്, അല്ലെ ക്ഷീണിച്ചു പോയ അഭിഷേക്തന്മാരെ മടക്കി കൊണ്ടുവരണമെങ്കിൽ സാധാരണ വചനം പോരാ,
അല്ലെങ്കിൽ സാധാരണ അപ്പം പോരാ, തീയിൽ ചുട്ടത് തന്നെ കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഏലിയാവിന്റെ കാര്യത്തിൽ എഴുതിയിട്ട് പത്രോസിന്റെ കാര്യത്തിൽ ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെ, എന്ന് വെച്ചാൽ സാധാരണ അപ്പൊ നമ്മൾക്ക് നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നനുസരിച്ചാണ് നമ്മളിലേക്ക് വരുന്ന വചനം വിശ്വാസം നമ്മൾ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും വചനം കേട്ടാൽ നമ്മൾ വിശ്വാസം ഉറക്കുമെന്ന് വിചാരിക്കില്ല. പക്ഷെ ഞാൻ പറയാം, എപ്പോഴും ബൈ സ്പിരിറ്റ്, ഹല്ലേലൂയ, ആത്മാവിനാലുള്ളത്, ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിൽ നമ്മൾ തന്നെ നേരിട്ട് കേൾക്കുന്നത് നല്ലത്. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കും, മെഡിറ്റേറ്റ് ചെയ്യും, ദൈവസന്നെ നമ്മൾ നമ്മൾ ഞാൻ പറയാ, ഇപ്പൊ നമ്മളെ എത്ര പ്രസംഗം കേൾക്കുന്നേക്കാട്ടിയും ദൈവം നമ്മളോട് വ്യക്തിപരമായി ഇടപെട്ട വചനമൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. അല്ലേ, ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി കൂടെ പോകുമ്പോൾ എനിക്ക് മുമ്പ് ഓടി വരുന്ന വചനം, അതിന്റെ തല എത്ര മുടിയുണ്ട് ഞാൻ അറിയാം, അതിലും താഴെയുണ്ട് ഞാൻ അറിയാതെ ജീവിതത്തിൽ. ഈ വചനം ദൈവം എനിക്ക് ഞാൻ വിശ്വാസം വന്ന സമയത്ത് എന്നോട് ഇടപെട്ട വചനമാണ്. അത് ഇപ്പോഴും എന്റെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ പെട്ടെന്ന് ശക്തിപ്പെടുത്തുന്ന വചനമാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് കൊടുക്കാതെ എന്റെ മേലേക്ക് എന്റെ മേൽ ആർക്കും യാതൊരു അധികാരമില്ല. ഈ വചനമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ നമ്മളോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ നിർത്തും. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് കേൾക്കുക തന്നെ വേണം. നമ്മൾ കേൾക്കുന്ന കർത്താവിന്റെ വചനത്താലാണ് നമ്മൾ ഉറപ്പിക്കുന്നത്, നമ്മൾ വിശ്വാസം ഉറക്കുന്നത്. അത് കേൾക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് തന്നെ കേൾക്കണം. കർത്താവിൽ നിന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ കേൾവി വിശ്വാസം, കേൾവിയാൽ തരുന്ന കേൾവി ദൈവത്തെ. കാരണം നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ വലിയ സന്തോഷവും ഇതൊക്കെ തോന്നും. പക്ഷെ അത് ചിലപ്പോൾ പാറപ്പുറത്ത് വീണതോ വഴിയേരി വീണതോ മുള്ളിനിടെ വീണ പോലെ നമ്മുടെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഞെരുക്കിക്കളയും, അത് ഫലം പ്രകടിപ്പിക്കരുത്. പക്ഷെ നമ്മള് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതൊക്കെ നമ്മളത് വിശ്വാസമായിട്ട് തന്നെ നിൽക്കുക. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 36 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്ബാ പിതാവേ എന്ന് 35 വാക്യത്തിൽ പിന്നെ അല്പം മുൻപോട്ട് ചെന്നു നിലത്ത് വീണു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ച്, അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിൽ ഞാൻ ഇച്ഛിക്കുന്നല്ല നീ ഇച്ഛിക്കുന്ന അത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീ, എന്നിട്ട് അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയുന്നത്, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ നീ ഇച്ഛിക്കും. എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ എപ്പോഴും എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ എന്ന് ചിന്തിക്കാൻ പഠിക്കണം. എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുക നമ്മൾ ചോദിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ എന്നായിരിക്കണം നമ്മുടെയൊക്കെ ചോദ്യം. നമ്മളെപ്പോഴും എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആർക്കുമില്ലാത്തൊരു ശോധന, ആർക്കുമില്ലാത്തൊരു പരീക്ഷ, ആർക്കുമില്ലാത്തൊരു ബുദ്ധിമുട്ട്, ആർക്കുമില്ലാത്തൊരു പ്രയാസം ഇത് അനുവദിച്ചു കൊടുക്കും. മനസ്സിലാക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. ദൈവം നമ്മളെ അതിലേക്ക് കടത്തി വിടണം. ദൈവത്തിന് ഞാൻ എപ്പോഴും ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ പിശാചിന്റെ കയ്യിലേക്ക് ഇട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്. ഇത് നിന്റെ ജീവിതത്തിൽ കൊടുത്താൽ അവൾ എന്നെ വിട്ടു പോകത്തില്ല എന്ന് ഉറപ്പുള്ളവർ. പിശാചുമായിട്ട് ചലഞ്ച് ചെയ്ത് ദൈവം ചിലരെയൊക്കെ പിശാചിന്റെ കയ്യിലൊക്കെ യോബിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം. ഞാൻ ചലഞ്ച് ചെയ്ത് എന്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്താൽ അവള് എന്നെ തള്ളി പറഞ്ഞിട്ട് തിരിച്ച് പിന്മാറി പോകത്തില്ല എന്ന് ഉറപ്പുള്ളവരെയാണ്. അങ്ങനെ പിന്മാറി പോകുന്ന ഉറപ്പുള്ളവർക്കൊക്കെ ദൈവം ചോദിക്കും മുമ്പേ തന്നെ കൊടുക്കാറുണ്ട്. നമ്മൾ കാണാറുണ്ട് ചില ആൾക്കാരൊക്കെ പറയൂ, ഞാൻ പ്രാർത്ഥിച്ചു അങ്ങോട്ട് തീരുന്നതിന് മുമ്പ് എനിക്ക് ഇതുവരെ മറുപടി, എന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയൊന്നും വന്നിട്ടില്ല. കഷ്ടത തരാത്തതിന്റെ കാര്യം ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, ഉറപ്പില്ലാത്തതുണ്ട്. അല്ലെങ്കിൽ കഷ്ടതയൊക്കെ തന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നാളെ ഇവിടെ പോലും ഉണ്ടാകത്തില്ല. എനിക്ക് ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ തന്നെ കാണണം എന്നുള്ള, നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം എന്നുള്ളതാണ്. എന്റെ മോൾ എപ്പോഴും എന്തുകൊണ്ട് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ, യേശപ്പച്ച എനിക്ക് വലിയ കഷ്ടത തരില്ല എനിക്ക് എന്ന് വെച്ചാൽ, കാരണം യേശപ്പച്ചന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ എന്നോട് ചോദിക്കുന്നില്ല കർത്താവ്, അമ്മ കഷ്ടതയെ കൂടെ വന്നാൽ മാത്രമേ ദൈവത്തിന്റെ വലിയ എന്താ പറയാ ഇതൊക്കെ വരുവുള്ളൂ എന്ന്. ഞാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞു. കഷ്ടതയെ കൂടെ പോയാൽ മാത്രമേ ദൈവത്തിനെന്തെങ്കിലും പ്രാപിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാവരും കഷ്ടതയുടെ സമയത്തല്ല ദൈവത്തിന് അങ്ങനെയൊക്കെ. ഞാൻ പറയും എല്ലാവരും കഷ്ടത സമയത്തേക്കാണ്. പക്ഷെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ദൈവസന്നിധി ബല കൊടുത്ത് പ്രാർത്ഥിച്ചും പ്രാപിച്ചും ഒക്കെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളൊക്കെ വല്ല വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹം ഇങ്ങനെ വന്നൊക്കെ. നമ്മുടെ ദാവീദ് എത്രത്തോളം കഷ്ടതയെ കൂടെ കടന്നുപോയ മനുഷ്യനാണ്. പക്ഷെ ദാവീദിന്റെ മകൻ ശലോമോൻ എന്തെങ്കിലും കഷ്ടത ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എല്ലാം
എല്ലാ സൗകര്യങ്ങളും എല്ലാം കൊണ്ട് ഒന്നിനും ഒരു യുദ്ധം പോലും ഉണ്ടായിട്ടൊന്നും ശലോമോന്റെ കാലത്ത്. അതുകൊണ്ട് തന്നെ ശലോമോൻ ഇടയ്ക്ക് വെച്ചിട്ട് ഹാലേലൂയ അതൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് പലതിലേക്ക് പോകാനായിട്ട് സമയം കിട്ടിയത് കൊണ്ടാണ് മറ്റു പലതിലേക്ക് അതുകൊണ്ട് കഷ്ടത ഒന്നും തരുന്നില്ല എന്ന് വിചാരിച്ച് നേരായ രീതിയിൽ അങ്ങ് ദൈവസ്ഥലം നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞു, പലർക്കും പറ്റുന്ന വെച്ചാൽ ഹാലേലൂയ ഇതെല്ലാം സൗഭാഗ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അങ്ങനെയാണ് പിന്നെ ദൈവം പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നാൽ ഒന്നൊന്നര പിടുത്തമായിരിക്കും. അപ്പൊ അതിനു വേണ്ടി ഇടകൊടുക്കാതെ നേരാൻ വണ്ണം മര്യാദയ്ക്ക് അങ്ങ് പോകാമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് പ്രാർത്ഥിച്ചൊക്കെ പോകാമെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ ഹാലേ നമുക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എന്നാ കുറച്ച് ഒന്ന് അവിടേക്ക് കയറിയിട്ട് ഒന്ന് എത്തി നോക്കേക്കാം, അല്ലെ ഇതൊന്ന് ചെയ്തേക്കാം അതൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് പിന്നെ താഴേക്ക് ഒരിക്കലും പോയാൽ പിന്നെ പിടിച്ച് കുലുക്കി കൊണ്ടുവരുമ്പോഴത്തേന് അത് നല്ല IML തന്നെയായിരിക്കും. അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സങ്കീർത്തനം 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കോ. 27:1. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പൗലോസപ്പോസ്തലൻ പറഞ്ഞു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് പ്രതികൂലം? ഹല്ലേലൂയ. അപ്പൊ ദൈവമാണ് ഹല്ലേലൂയ എന്റെ രക്ഷ ദൈവമാണ്, എന്റെ വെളിച്ചം ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഞാൻ ആരെ ഭയപ്പെടും? അപ്പൊ ദൈവമാണ് നമ്മുടെ രക്ഷയും, ദൈവമാണ് നമ്മുടെ വെളിച്ചവും, ദൈവമാണ് നമ്മുടെ വഴിയും, ദൈവമാണ് നമ്മുടെ സത്യവും, ദൈവമാണ് നമ്മുടെ ജീവനും ഒക്കെ ആണെങ്കിൽ മറ്റാരെ പേടിക്കേണ്ടത്? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവനെ, ഞാൻ ആരെ പേടിക്കും? ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കാൻ പറ്റും? ദൈവത്തെ ഹാലല്ലേ ആ ദൈവം നമ്മുടെ കൂടെയുള്ളത് വിശ്വസിച്ചു കഴിഞ്ഞാൽ, 28-ന്റെ 7-ാം വാക്യം പറയുന്ന വായിച്ചോ. 28-ന്റെ 7. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാവുന്നു, എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോട് ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് നീക്ക് വരെ വഹിക്കണമേ. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. ഹല്ലേലൂയ, ദൈവം നമ്മുടെ ബലമാണ്, നമ്മുടെ സ്ട്രെങ്ത് ആണ്, നമ്മുടെ പരിചയമാണ് നമുക്ക് ചുറ്റും. അബ്രഹാമിന് ദൈവം തന്നെ പറഞ്ഞത്, അബ്രഹാമേ ഞാൻ നിന്റെ പ്രതിഫലം, മഹത്തായ പ്രതിഫലം, നിന്റെ പരിചയം നിന്റെ മഹത്തായ പ്രതിഫലവുമാകുന്നു. അപ്പൊ ദൈവമാണ് നമ്മുടെ പ്രതിഫലം എന്ന്, ദൈവമാണ് നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്, ദൈവം നമ്മുടെ പരിചയമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു എനിക്ക് അപ്പൊ ദൈവത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ തന്നെ എപ്പോഴും ആശ്രയിച്ച് ദൈവത്തെ സഹായം, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കും. അപ്പൊ ദൈവം നമ്മുടെ സങ്കേതമല്ല, നമ്മുടെ ബലമാണ്, നമ്മുടെ പരിചയമാണെങ്കിൽ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ദൈവം നമ്മളെ അന്ത്യം വരെ കാക്കാമേ, നമ്മൾ പകുതി വഴിക്ക് കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ദൈവത്തെ അല്ല, അന്ത്യം വരെ കാക്കാൻ വിശ്വസ്തനായ ദൈവത്തെ നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ആ ദൈവത്തെ ആശ്രയിക്കുന്ന നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം കൂടെ അല്ല വരണമെന്നത്, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം തന്നെ വേണ്ട. കാരണം ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്റെ ഉപനിധി, അന്ത്യത്തോളം കാക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഉറയ്ക്കണം. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും കഴിയാത്തതിന്റെ കാര്യം ഞാൻ പറയാം, നമുക്ക് നമ്മുടെ ദൈവത്തെ കുറിച്ച് വലിയ ധാരണയില്ല. നമ്മുടെ ദൈവം നമ്മൾ അയ്യോ അപ്പാ ദൈവമേ ഹല്ലേലൂയ എന്നെ രക്ഷിക്കണേ, എന്നോട് നോക്കണേ എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മൾ നോക്കുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞേക്കും, ഞാൻ ഉറങ്ങാതെ മയങ്ങാതെ ഹല്ലേലൂയ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാത്ത് പരിപാലിക്കുന്ന വെച്ചാൽ, നമ്മൾ വിളിക്കുമ്പോൾ മാത്രം നമ്മൾ നോക്കുന്ന ദൈവമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമ്മളെ അറിയുന്ന ദൈവമല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാത്തപ്പോഴും, ദൈവമേ എന്ന് വിളിക്കുമ്പോഴും വിളിക്കാത്തപ്പോഴും, നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോൾ എല്ലാം നമ്മളെ ആമേ 24 hours നമ്മളെ തന്നെ നോക്കി നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മൾ പോലും അറിയാത്ത മേഖലയിലൊക്കെ നമ്മൾ പല പല ആപത്തനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പോലും അറിയാതെ തന്നെ അല്ലെ അത് സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ കരങ്ങളിൽ താങ്ങും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനർത്ഥം വരുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരാറുണ്ട്. എങ്ങനെയാ വെളിപ്പെടുത്തുക? വന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്നെങ്കിൽ പിന്നെ ദൈവം പറയേണ്ട കാര്യമില്ല നേരത്തെ, അല്ലേ?
എന്റെ കുഞ്ഞു കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വീണ സിസ്റ്റർ മോള് കാല് സ്ലിപ്പായിട്ട് സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പോകുന്നു. പ്രാർത്ഥിച്ച് രാവിലെ പ്രാർത്ഥനയെ ദൈവം വെളിപ്പെടുത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ച് അപ്പൊ ഞാൻ പറയാം, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടല്ല ദൈവം കാണുന്നത്. അയ്യോ അത് വരാം, അയ്യോ അവർക്ക് വന്നു, അയ്യോ ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല അത് കേട്ടെന്നല്ല. വരുന്നതിന് മുമ്പ് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ മരിക്കും വരെ ഉള്ള സകല കാര്യങ്ങളും ദൈവത്തിനറിയാം. ടൈം ടു ടൈം, ഹല്ലേലൂയ, അതെല്ലാം ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അപ്പൊ ദൈവം അതിൽ ആദ്യനും അന്തിനും എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ ആൽഫയും ഒമേഗയും, ആരംഭത്തിന് അവസാനത്തെ അറിയ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവിച്ചു. ഞാൻ ഇതെല്ലാം കൂടെ ആരോടെ രാത്രി അഭിനവനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, അവൻ ദൈവത്തിന് ഒരു ടെൻഷനും ഇല്ല നമ്മുടെ കാര്യത്തിലൊന്നും. കാരണം എന്താ വെച്ചാ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്, അടുത്ത ആഴ്ച എന്താ, അടുത്ത മാസം എന്താ, ഇതൊക്കെ കർത്താവിന് അറിയാന്ന്. കർത്താവ് കൊണ്ട് നമ്മളോട് ഒപ്പളം പിടിക്കാൻ ടെൻഷൻ അടിക്കാൻ നമുക്ക് കർത്താവ് കൂടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാര്യം. ഹല്ലേലൂയ. അപ്പൊ നമുക്കിത് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരിഭ്രമമൊക്കെ. പക്ഷെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഹൃദയത്തെ അറിയുന്നവരായി മാറും. ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദാവീദ് എപ്പോഴും, ദാവീദ് കഷ്ടത ഇരിക്കുമ്പോൾ തന്നെ ദാവീദ് ആദ്യം ദൈവത്തിനെ സ്തുതിക്കും. ദൈവമേ എനിക്ക് സാധിച്ചു തന്നതിനായ സ്തോത്രം, അവൻ രക്ഷിച്ചാലും ഞാൻ ജയിച്ചു ഇതൊക്കെ പറയാൻ നമ്മൾ കാണാം. അപ്പൊ കാരണം ദാവീദ് ആ ജയത്തെയാണ് ആദ്യം കാണുന്നത്. ദാവീദ് നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല ദാവീദ് അധികം. ദാവീദ് സങ്കീർത്തനം പലതും വായിച്ചു നമ്മൾ അയ്യോ ദാവീദിന്റെ കഷ്ടതയൊക്കെ മാറിയിട്ടായിരുന്നു ദാവീദ് ആ സ്തോത്ര സ്തുതിയൊക്കെ പ്രൈസ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴാണ് പുള്ളിയുടെ സിറ്റുവേഷൻ പറഞ്ഞത്. പിന്നെ അത് കഴിയുമ്പോഴേ അപേക്ഷ വരുന്നത്. എന്നിട്ട് അവസാനം ഒരു ഡിക്ലറേഷൻ വരും. ഹല്ലേലൂയ. പക്ഷെ നമ്മളെങ്ങനെയാ തിരിച്ചന്നേര് ഉള്ള പരാതിയും പരിഭവവും ഇതെല്ലാം പറഞ്ഞ് തുടക്കം അങ്ങനെയാണ് നമ്മുടെയൊക്കെ. നമ്മൾ ദൈവത്തിനെ സ്തുതിക്കേണ്ട പോരും നമ്മൾ ആദ്യം ഹലയ വഴക്കിട്ടൊക്കെയാണ്. പിന്നെ എന്നിട്ടാണ് അതിന്റെ കൂടെ കാര്യങ്ങളൊക്കെ അവസാനമാകുമ്പോ ആ വിശ്വാസം പറഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത്. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകത്തുള്ളതൊക്കെ, ഇതിനൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേല് ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂളായിട്ട് തന്നെ ഇരിക്കും. നമ്മളിവിടെ ഇവിടെ ഭയങ്കര കരച്ചിലായിരിക്കും, ഭയങ്കര ഉപവാസമൊക്കെ, ചിലപ്പോൾ ഇവിടെ കിടന്നിട്ട് ബഹളമൊക്കെ ഉണ്ടായി, ചിലപ്പോൾ ചവിട്ടുകുട്ടികളൊക്കെ നടത്തും. പക്ഷെ ദൈവം അവിടെ അനങ്ങത്ത് പോലുമില്ല. അപ്പൊ അന്നേരം നമ്മൾ തിരിച്ചു വെക്കും, ഒന്ന് മിണ്ടിക്കൂടായ സംസാരം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചോദിച്ചു കണക്ക്, ഞാൻ വിഗ്രഹത്തോടൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്, ജീവനുള്ള ദൈവത്തോടല്ലേ, എന്താ മറുപടി പറഞ്ഞാലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ചോദിക്കും. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സും നമ്മളെ നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ, നമ്മുടെ ജഡം നമ്മളെ പലതും പറഞ്ഞ് നമ്മളെ ഇതാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ദൈവസന്നിധി പറയും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചിന്തയുള്ള ശ്രദ്ധയുള്ള ദൈവമാണ് നമ്മൾ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇരുന്നിട്ട് അയ്യോ കർത്താവെ രക്ഷിക്കണേ, അല്ലെ വരണേ, അല്ലെ നോക്കണേ എന്ന് പറയുമ്പോഴല്ല ദൈവം നമ്മളെ നോക്കുന്നത്. ദൈവം നമ്മളെ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവം നമ്മളെ അറിയുന്നുണ്ട്, ദൈവം നമ്മളെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന, എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. എന്റെ ഹൃദയം, ഹല്ലേലൂയ. ആ ഹൃദയം എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ദാവീദ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയമൊന്നും വരത്തില്ല. എപ്പോഴും സംഭവിക്കുന്ന കാര്യം പകുതിയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് വിശ്വാസവും അവിശ്വാസവും ഒരുപോലെ ഇരട്ടക്കുട്ടികളുടെ കണക്ക് ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുക. ഹല്ലേലൂയ. അതിങ്ങനെ അവിടെ കിടന്ന് ഗുസ്തി പിടിച്ച ഒരു സമയം വിശ്വാസം പറയും, അടുത്ത സമയം അവിശ്വാസം, ഒരു സമയം വിശ്വാസം, പിന്നെ അവിശ്വാസം പറയും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഈ അവസ്ഥയ്ക്കാണ് മാറ്റം വേണ്ടത്. ഈ അവസ്ഥ മാറ്റം വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ബാലന്റെ അപ്പൻ പറഞ്ഞ പോലെ, ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ എന്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ. അപ്പൊ നമ്മൾ അവിശ്വാസമുണ്ട്, നമ്മൾ കർത്താവ് എന്നിൽ അവിശ്വാസമുണ്ട്, ഈ അവിശ്വാസത്തിന് എന്നെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ അവിശ്വാസത്തിനാണ് ദൈവത്തിന്റെ സഹായം വേണ്ടത്, വിശ്വാസത്തിനല്ല. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടോ വെച്ചാൽ ഉണ്ട്. അതേ സമയം നമ്മൾ നിൽക്കുന്ന അവിശ്വാസം നമ്മൾ നിൽക്കുന്നുണ്ട്. ഈ അവിശ്വാസത്തിന് വേണ്ടി ദൈവത്തിന്റെ സഹായം മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച് 9:24 വാക്യത്തെ ബാലന്റെ അപ്പൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധി പറയണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും വിശ്വാസം മുന്നേറാൻ പറ്റുന്ന, വിശ്വാസത്തെക്കാട്ടി കൂടുതൽ നമ്മൾ അവിശ്വാസത്തിന്റെ വാക്കുകളാ പറയുന്നെങ്കിൽ നമ്മൾ ദൈവത്തോട് തന്നെ പറയാം, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഈ അവിശ്വാസം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. പറയുന്ന ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു, അതേ സമയത്ത് ഇതിലൊരു അവിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അതിനെന്നെ ഒന്ന് സഹായിക്കണം. അതിന് സഹായിക്കണം എന്താ വെച്ചാൽ
ദൈവം പ്രവർത്തിച്ച് ആമെ കാണുവാണെങ്കിൽ വിശ്വസിക്കും. ഇതാണ് അപ്പൊ. അല്ലെങ്കിൽ നമുക്ക് ദൈവപ്രവൃത്തി വരും വരെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കണം. അല്ല ദൈവത്തിന്റെ പ്രവൃത്തി കാണും വരെ നമ്മുടെ ഈ അവിശ്വാസം ഒന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ സ്വയമായി പലപ്പോഴും ശ്രമിക്കുക, അയ്യോ ഈ സ്വഭാവം മാറിയ കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ അത് മാറുന്നില്ല. നമുക്ക് എത്രയൊക്കെ ശ്രമിച്ച് മാറും. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മുമ്പ് നമ്മൾ സറണ്ടർ ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, എന്റെ ജീവിതത്തിൽ ഈ സ്വഭാവം എനിക്കൊന്ന് മാറി കിട്ടണം, അല്ലെങ്കിൽ ഇത് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പറ്റും, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് കൊടുക്കാൻ ഞാൻ പറയാം. ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടായിരുന്നത് പോലും നമ്മൾ മറന്നു പോകും പലപ്പോഴും. അതുപോലെ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മൾ സഹായിക്കാൻ പറയണം ദൈവത്തോട്. എന്താ നമ്മളിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറാൻ വേണ്ടി ദൈവത്തോട് പലപ്പോഴും നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് പറയാം, കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമേ ഈ ഒരു കാര്യം. അപ്പൊ നമ്മുടെ അവിശ്വാസത്തിന് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പറയാം. നമ്മൾ എല്ലാവരിലും അവിശ്വാസം പലപ്പോഴും പൊങ്ങി വരാണ്ട്, വിശ്വാസത്തെക്കാട്ടി കൂടുതൽ സമയം നമ്മൾ അവിശ്വാസം വരും. നമ്മൾ വിശ്വാസത്തെ എത്ര ഉറപ്പോടെ പലപ്പോഴും നമ്മൾ വചനമൊക്കെ കേട്ട് ഉറച്ച് അയ്യോ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി, വചനം എന്നെ വെടിവെച്ച്, വചനം എന്നോട് ഇടപെട്ട് എന്നെല്ലാം പറയും. പക്ഷെ തിരിച്ചിങ്ങോട്ടുമ്പോ നമ്മുടെ മുമ്പിലേക്ക് വിശാന്ത നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏറ്റവും വേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും മുമ്പിലേക്ക്. ആ സമയത്ത് കേട്ടതെല്ലാം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ പോകും. പിന്നെ വായി തുറന്ന പറയുന്നത് മൊത്തം അവിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും, അല്ലെ പരാതിയായിരിക്കും. ഇങ്ങനെ സിറ്റുവേഷനുകൾ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ അതിന് മാറ്റം വരണം. നമ്മുടെ വിശ്വാസം ഉറയ്ക്കണം. വിശ്വാസം ഉറയ്ക്കാതെ നമുക്ക് നമ്മൾ ആടി ഉലയുന്ന ഞങ്ങൾ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നിൽക്കുന്ന സ്വഭാവം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. നമുക്ക് ഒരിടത്ത് പോലെ ഇരുമനസ്സുള്ളവൻ സകലത്തിൽ അസ്ഥിരനായി പോകുന്ന പോലെ, അവനെ ദൈവം വെറുക്കുന്ന പോലെ അങ്ങനെ നമ്മൾ ആയി പോകരുത്. അതുകൊണ്ട് നമ്മൾ അവിശ്വാസം നമ്മൾ വരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത് കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ, ഈ അവിശ്വാസം എനിക്ക് വേണ്ട, എന്നിൽ വിശ്വാസത്താൽ നിറയാൻ എനിക്ക് എപ്പോഴും വിശ്വാസം തന്നെ ആയിരിക്കാൻ, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാൻ, എന്നെ വിളിച്ച ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് അവൻ എന്റെ അവസാനത്തോളം എന്റെ ദൈവം ഞങ്ങളെ കാക്കും. എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും മാറ്റം വരുത്തില്ല എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു ദൈവസന്നിധി നിന്ന് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം വിശ്വസ്തന, അതൊരിക്കലും അവൻ അവിശ്വസ്തത വരികയില്ല. കാരണം വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ ദൈവത്തിന് കഴിയില്ല. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ഒരിക്കലും അവിശ്വസ്ത വരാൻ പാടില്ല. അതുപോലെ വിശ്വസ്തതയും വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾ യേശുവിനെ പോലെ വിശ്വാസം എന്നല്ല, യേശുവിന്റെ അതേ വിശ്വാസം നമ്മൾ പറഞ്ഞു. നമ്മൾ പലപ്പോഴും പറയണ കർത്താവ് യേശുവിനെ പോലെ വിശ്വസിക്കാനാണ്. യേശുവിനെ പോലെ വേണ്ട, യേശുവിന്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസം തന്നെ നമ്മുടെ യേശു ഒരിക്കൽ പോലും യേശുവിന്റെ ജീവിതത്തിൽ അവിശ്വാസം കയറി വന്നിട്ടില്ല, ഒന്നിലും സംശയിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇത് കയറി വരുന്നത് നമ്മൾ യേശുവിന്റെ വിശ്വാസം നമ്മൾ വന്നിട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് യേശു നമ്മളിലൂടെ നമ്മൾ ഫലം കായ്ക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഫലം കായ്ക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ ഫലം കായ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ ശ്രമിക്കില്ലേ. നമ്മൾ യേശു ഫലം കായ്ക്കാനായിട്ട് ഏൽപ്പിച്ചു. അതുപോലെ നമ്മൾ യേശുവിനെ പോലെ വിശ്വസിക്കാനായിട്ടിരിക്കല്ലേ. യേശുവിന്റെ വിശ്വാസം നമ്മൾ വരണം. എല്ലാ കാര്യവും നമ്മൾ യേശുവിന്റെ ആണ്. നമ്മൾ യേശുവിനെ പോലെ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കേണ്ട, നമ്മൾ യേശുവിന് ചെയ്യാൻ വേണ്ടി നമ്മളെ അങ്ങ് വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം ഇതാണ്, നമ്മൾ അങ്ങനെ ആകാൻ പോലെ എന്നുള്ള അല്ലെ അതിന് പോലെ അല്ലെ വേണ്ടി എന്നൊക്കെ വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്ന് പറയുന്ന ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ആത്മാവിന്റെ കയ്യിലേക്ക് പൂർണ്ണ കൺട്രോളിൽ അങ്ങ് വിട്ടുകൊടുക്കുക. ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചോട്ടെ, ആത്മാവ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തോട്ടെ, ആത്മാവ് നമ്മളിൽ ഫലം കായ്ക്കട്ടെ, ഇതിനായിട്ട് ഏൽപ്പിച്ചോട്ടെ. അതുപോലെ അതിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. അതുപോലെ വിശ്വാസം, അതുപോലെ യേശുവിനെ പോലെ വിശ്വസിച്ച പോരാ, യേശുവിന്റെ വിശ്വാസം നമ്മൾ വരണം. അല്പവിശ്വാസം, അധിക വിശ്വാസം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ അത്രയും പോയാൽ പോരാ. നമ്മൾ ദൈവത്തിന്റെ മക്കള, യേശുവിന്റെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട വിശ്വാസം യേശുവിന്റെ വിശ്വാസമാണ്. ഒരിടത്ത് പോലും സംശയിക്കാതെ, ഒരിടത്ത് പോലും ദൈവത്തെ ചോദ്യം ചെയ്യാതെ, സകലത്തിലും ക്രൂശിലെ അനുസരണമുള്ളവനായത് പോലെ കർത്താവിന് അറിയാമായിരുന്നു ഞാൻ ഈ ക്രൂശിലൂടെ പോയാലും എന്റെ ദൈവം ഒരു മഹത്വത്തിലേക്ക് എന്നെ നടത്തുമെന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ക്രൂശീകരണത്തിന്റെ അനുഭവത്തിൽ കൂടെ, ചില മരുഭൂമി യാത്രയിൽ കൂടെ നമ്മൾ പോകുന്നെങ്കിൽ ദൈവം നമ്മളെ അത് മഹത്വത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ യേശുവിന്റെ വിശ്വാസം നമ്മളിലേക്കാണ്. ഈ ദിവസങ്ങളിൽ അവിശ്വാസം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിശ്വാസത്തിന് സഹായിക്കണം
ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂർണ്ണ വിശ്വാസത്തിലേക്ക്, കർത്താവിൻ യേശുവിന്റെ വിശ്വാസത്തിലേക്ക് നമ്മൾ കയറണം ഈ ദിവസങ്ങളിൽ. കാരണം നമ്മളെ വിളിക്കുന്ന വിശ്വാസികൾ എന്നാണ്. കാര്യം വിശ്വാസികൾക്ക് വിശ്വാസമില്ല എന്നിട്ട് കാര്യമില്ല. നമ്മൾ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുമ്പോൾ അതിന് ആ സ്വഭാവം ഇല്ലെങ്കിൽ, ആ ഗുണമില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വിശ്വാസം നമ്മൾ ഉറയ്ക്കട്ടെ. നമ്മുടെ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യത്തോളം കാക്കും നമ്മൾ. ഹാലേലിയ. അവൻ വീഴാതെ തന്നെ നമ്മൾ ഉറപ്പിച്ചു നിർത്തുക. നമ്മൾ ഒരിടത്ത് പോലും പോകത്തില്ല, ഒരിടത്ത് പോലും ഒടുങ്ങി പോകത്തില്ല. ദൈവം നമ്മളെ വിളിച്ച പർപ്പസ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് വിശ്വാസനാനും പൂർത്തിവെച്ച യേശുവാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചോ, എന്തൊക്കെ ഉദ്ദേശത്തോട് ദൈവം വിളിച്ചോ, അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എങ്ങും സംശയിക്കേണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒന്നും കണ്ട് നമ്മൾ ആരും അവിശ്വാസിയാകണ്ട. പൂർണ്ണ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.